വിഷുക്കഞ്ഞീൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഇത് പണ്ടൊക്കെ വിഷുവിൻ്റെ സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു കഞ്ഞിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാട്ടോ. ഇതിലേക്ക് നമുക്ക് വൻപയറും തേങ്ങാപ്പാലും തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഓരോ രുചികൾ ഉണ്ടാവില്ലേ നമുക്ക്, അതുപോലൊരു രുചിയുള്ള ഒന്നാണ് ഈ വിഷുക്കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വൻപയർ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പച്ചരി, അത് നന്നായിട്ട് കഴുകിയെടുത്തതാട്ടോ. ഇത് കുതിർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വൻപയർ നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. നന്നായിട്ട് ഉടയണ്ട, പക്ഷെ നല്ലോണം വേവണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 2 അച്ച് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരണം. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഇതിൽ നന്നായി പിടിക്കുകയും ചെയ്യും, ഇതുപോലെ ഒന്ന് കുറുകി വരികയും ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങേൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പശുമ്പാലിലും ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പശുമ്പാലാണെങ്കിലും ടേസ്റ്റ് ഉണ്ട്, കൂടുതൽ ടേസ്റ്റ് തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോഴാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളയ്ക്കരുത്, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം 1ാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ചുക്ക് പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചുക്ക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം ചുക്ക് കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണെന്നുള്ളത് മറക്കണ്ട, അത് തിളയ്ക്കാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ആ നെയ്യോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പശുമ്പാലിൽ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം 1ാം പാൽ 2ാം പാൽ ഒഴിക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യം കുറച്ച് പാൽ ഒഴിക്കുക, പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ബാക്കി പാൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വിഷുക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്